രാജ്യത്തിനെതിരെ പ്രക്ഷോഭം നടത്തിയവർക്ക് വധശിക്ഷ നൽകാനാണ് ഇറാൻ തീരുമാനിച്ചത് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും പിന്തുണയോടുകൂടി രാജ്യദ്രോഹ പ്രവൃത്തി ചെയ്തവരാണ് പ്രക്ഷോഭകാരികൾ. അവർക്ക് കടുത്ത ശിക്ഷ നൽകും, അത് വധശിക്ഷ, അതായത് മരണശിക്ഷ തന്നെയാണ് എന്ന തരത്തിലുള്ള പ്രസ്താവന പുറത്തു വന്നതോടുകൂടി മിണ്ടാട്ടമില്ലാതിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. യഥാർത്ഥത്തിൽ ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യതയോടുകൂടിയിട്ട് ഇറാൻ വിശദീകരിച്ച് തന്നെ പറയുന്നു. ട്രംപ് സ്ഥിരം കുറ്റവാളിയാണ്. കംനായി എന്ന ഹെഡിങ്ങോട് കൂടിയാണ് അത് ഇറാൻ്റെ പത്രങ്ങൾ തന്നെ പ്രസിദ്ധീകരിച്ചത്. രാജ്യത്ത് നടന്നിരിക്കുന്ന പ്രക്ഷോഭവും അതിനോടനുബന്ധിച്ച് സൈനികരുമായി ഏറ്റുമുട്ടിയതിൽ നിന്ന് മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട കാര്യത്തിനെല്ലാം ഉത്തരവാദിയും അതിൻ്റെ കാരണക്കാരനും ട്രംപ് തന്നെയാണ്. ഇസ്രായേൽ അമേരിക്കക്ക് മുന്നറിയിപ്പ് നൽകിയതുകൊണ്ടാണ് യുദ്ധം അവസാനിച്ച്, അല്ലെങ്കിൽ യുദ്ധഭീതി ഇറാനിൽ നിന്ന് അമേരിക്ക ഒഴിവാക്കിയത് എന്നൊരഭിപ്രായം പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയാണ് പ്രതികരിച്ചത്. ഭയപ്പെട്ടത് ഇസ്രായേലല്ല, അമേരിക്ക തന്നെയാണ്. അവരുടെ സർവ്വ മേഖലയിലും സൈനിക ആസ്ഥാനം തകർക്കുമെന്നുള്ള തങ്ങളുടെ കൃത്യമായിരിക്കുന്ന മുന്നറിയിപ്പിൽ പേടിച്ചുകൊണ്ടാണ് തങ്ങളുടെ രാജ്യത്തേക്ക് സൈനികരെ അയക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിന്നും അമേരിക്ക പിന്മാറിയത്. മറ്റൊരു രാജ്യത്തെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്നുള്ളതും, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായിരിക്കുന്ന ശിക്ഷ തീർച്ചയായിട്ടും തങ്ങൾ കൊടുക്കുമെന്ന് തീരുമാനിച്ചതാണ്. ആ വിവരം കൂടി കൂട്ടി വായിക്കണമെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു. അഥവാ ഇസ്രായേൽ ഭൂപടത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുമെന്ന് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഭയം അമേരിക്കയെ അറിയിച്ചത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കൊലയ്ക്ക് ഉത്തരവാദി ട്രംപാണ്. പ്രക്ഷോഭത്തിൻ്റെ പിന്നിൽ അമേരിക്കയാണ്. യുദ്ധത്തിന് മൂർച്ച കൂട്ടിയത് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായ രീതിയിലാണ്. തങ്ങൾക്കത് മറക്കാനൊന്നും സാധിക്കുകയില്ല. മറന്നു പോകേണ്ട വിഷയങ്ങളല്ല ഇവിടെ നടന്നത് എന്ന് ചുരുക്കം. ഇറാൻ്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് എല്ലാവിധ സംവിധാന കാര്യങ്ങളും ഖത്തറിലെ എയർബേസുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഒരുക്കിയിട്ടുണ്ടെങ്കിലും അതെല്ലാം അതിജീവിക്കാൻ ഇറാന് സാധിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് അമേരിക്കയ്ക്ക് ലഭിക്കുകയും ചെയ്തു. ഹൈപ്പർസോണിക് മിസൈൽ പോലെയുള്ള നിലവിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ കൊണ്ട് ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന അതിശക്തമായിരിക്കുന്ന മിസൈൽ ആക്രമണത്തെ പ്രതിരോധിക്കാൻ തങ്ങളുടെ പ്രതിരോധ സംവിധാനമായിരിക്കുന്ന ആരോത്രിക്കോ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനമായിരിക്കുന്ന അയൺ ഡോമിനോ സാധിക്കുകയില്ല എന്ന് അടയാളപ്പെടുത്തിയതായിരുന്നു ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധം. അതിൽ ഞങ്ങൾ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും വെച്ചിട്ടുണ്ടെങ്കിലും അതിലൊക്കെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ്റെ മിസൈലുകൾക്കും അക്രമ സ്വഭാവമുള്ള അവരുടെ ആയുധങ്ങൾക്കും സാധിച്ചു എന്നുള്ളൊരു യാഥാർത്ഥ്യം മറച്ചു വെക്കാനൊന്നും സാധിക്കില്ല. അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം, അതും അമേരിക്കയ്ക്ക് വല്ലാത്ത രീതിയിൽ ഭയപ്പാടുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. ഖത്തറിലെ ഹോട്ടലിൽ അമേരിക്കയുടെ സൈനിക കമാൻഡർമാർ താമസിക്കുന്നുണ്ട് എന്നുള്ള വിവരം ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ആ വിവരം പറയുന്നത് ഇങ്ങനെയാണ്: യുദ്ധത്തിൻ്റെ ഭീതിജനകമായിരിക്കുന്ന സാഹചര്യങ്ങൾ ഇറാനും അമേരിക്കയും തമ്മിലുണ്ടായിരുന്ന ആ സമയത്ത് ഖത്തറിലുള്ള അമേരിക്കയുടെ ഉദൈദ എയർബേസിൽ നിന്ന് ഏതാനും അമേരിക്കൻ സൈനികരെ അവരവിടുന്ന് മാറ്റി. അത് മാറ്റാനുള്ള കാരണം അവർ പറയുന്നത് സൈനിക കമാൻഡറിൽപ്പെട്ട ഏറ്റവും ഉന്നത ആളുകളെയാണ് മാറ്റിയത്. അവർ നഷ്ടപ്പെട്ടു പോകുമോ, അതായത് ഇറാൻ്റെ ആക്രമണം ഏത് സമയത്താണ് വരിക എന്ന് പറയാൻ വേണ്ടി സാധിക്കുകയില്ല. അതുകൊണ്ട് അവർ ആക്രമിക്കുമോ എന്ന പേടി കാരണത്താലാണ് അവിടുന്ന് മാറ്റപ്പെട്ടത്. മാറ്റിയ ശേഷം അത് ഖത്തറിലെ പ്രധാനപ്പെട്ട സ്റ്റാർ ഹോട്ടലിൽ അവർ താമസിക്കുന്നു എന്ന വിവരം ഇറാന് ഏതോ തരത്തിൽ ചോർന്ന് കിട്ടി. ആ ചോർന്ന് കിട്ടിയ ആ വിവരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. തങ്ങൾ ഖത്തറിൽ നിങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഹോട്ടലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തി അവരെ കൊലപ്പെടുത്തുക തന്നെ ചെയ്യും. ഒരു സർജിക്കൽ സ്ട്രൈക്കാക്കിയിട്ട് ഈ രാജ്യത്തെ മാറ്റണം, അതായത് ഇറാനെ മാറ്റണമെന്ന് പഹ്ലവി പറഞ്ഞതിനോടനുബന്ധിച്ചാണ് ഇതും കൂടി കൂട്ടി അവർ പറയുന്നത്. അപ്പോൾ ഇവിടെ രാജ്യത്തുടനീളം വ്യാപകമായിരിക്കുന്ന പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഉണ്ടാക്കുകയും സർക്കാർ മന്ദിരങ്ങൾ പിടിച്ചടക്കുകയും അതോടൊപ്പം തന്നെ അതോടനുബന്ധിച്ച് നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് സൈനിക സംഘത്തെ, അതായത് അമേരിക്കൻ സൈനിക സംഘത്തെ ഇറാനിലേക്ക് അയച്ച് നിങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുകയും വധശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കംപ്ലീറ്റ് റദ്ദ് ചെയ്യാനുള്ള ഇടപെടൽ തങ്ങൾ നടത്തുകയും അങ്ങനെ ആ രാജ്യത്തെ സ്വതന്ത്രമാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതായിരുന്നു പ്രക്ഷോഭകാരികൾക്ക് അമേരിക്കയുടെ പ്രസിഡന്റ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പുകൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ. ഒന്നും ഫലം ഉണ്ടായില്ല. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക പോലും സുരക്ഷിതമല്ല എന്നൊരു ബോധ്യം അവർക്കുണ്ടായി എന്നുള്ളതാണ്.
അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്രയൊന്നും വിഷയങ്ങളൊന്നും ഇല്ല, അതിജീവിക്കാൻ വേണ്ടി സാധിക്കുമെന്നൊക്കെ വിചാരിച്ചു. വളരെ സിമ്പിളായ രീതിയിലാണ് ഇറാൻ അവർ കണക്ക് കൂട്ടിയത്. എന്നാൽ സിമ്പിൾ അല്ലെന്ന് അമേരിക്ക തന്നെ ബോധ്യമായത് അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ ആക്രമണം നടത്തി. ഇറാനിലുള്ള ആണവായുധ കേന്ദ്രത്തിന് നേരെ അമേരിക്ക ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായിട്ട്, അപ്പോൾ അടിക്ക് തിരിച്ചടി എന്ന തരത്തിൽ വലിയ രീതിയിലുള്ള പ്രഹരം അമേരിക്ക കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ഇറാൻ സാധിച്ചു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇസ്രായേലിൻ്റെ സ്ഥിതി അങ്ങനെ തന്നെയാണ്. ഇസ്രായേൽ കരുതിയത് ലെബനാൻ പോലെയാണ്, അല്ലെങ്കിൽ ഈ യമൻ പോലെയാണ്. ഈ ഇറാനും അത് വളരെ എളുപ്പത്തിൽ തന്നെ കീഴടക്കാൻ വേണ്ടി സാധിക്കും, സിമ്പിളായ രീതിയിൽ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നൊക്കെയുള്ള നിർദ്ദേശമാണ് സൈനികർക്ക് തന്നെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു നൽകിയത്. എന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന രീതിയിലായിരുന്നു യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. തിരിച്ചടി ഭയാനകരമായിരുന്നു. ആ ഭയാനകരമായ തിരിച്ചടിയിൽ അന്താളിച്ചു പോയി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം, അമേരിക്കയും. ഇത്ര ശക്തമായിരിക്കുന്ന തിരിച്ചടി ഉണ്ടാകുമെന്നും തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കപ്പെടുമെന്നും ഒരിക്കൽ പോലും ഇസ്രായേലും അമേരിക്കയും വിശ്വസിച്ചിട്ടില്ല, ലോകം വിശ്വസിച്ചിട്ടില്ല. ലോകം പോലും ഇറാനെ അംഗീകരിക്കപ്പെട്ടത് ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തോടനുബന്ധിച്ചാണ്. ഒറ്റക്ക് നിന്ന് പോരാടി വിജയിച്ചു. മാത്രവുമല്ല, ഈ അതിശക്തമായിരിക്കുന്ന ആക്രമണത്തിന് മുമ്പിൽ പതറിപ്പോയ ഇസ്രായേൽ പിന്നെ അമേരിക്കയുടെ സഹായം തേടിയതുമായി ബന്ധപ്പെട്ട കാര്യം നമുക്കറിയാവുന്നതാണ്. എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഈ പൊല്ലാപ്പൊന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി സഹായിക്കണമെന്നാണ് ട്രംപിനോട് പ്രധാനമന്ത്രി നെതന്യാഹു ആവശ്യപ്പെട്ടത്. പിന്നീട് യുദ്ധമൊക്കെ അവസാനിച്ച സ്ഥിതി കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ എന്ന് പറയുന്നത് രാജ്യത്തിനകത്ത് ആഭ്യന്തരമായിരിക്കും, അതായത് സൈനികരുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ മേഖലയിൽ വലിയ ആധിപത്യം അധീശത്വം ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്കക്കും ഇസ്രായേലിനും സാധിക്കുകയില്ല എന്നുള്ളത് അവർക്ക് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തിനകത്ത് ആഭ്യന്തരമായിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, വിഷയങ്ങൾ ഉണ്ടാക്കുക എന്നതിലേക്ക് അവർ മാറിയിരിക്കുകയാണ്. അത് മാറിയതിൻ്റെ സൂചകമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇറാനെ അവർ ആക്രമിക്കുന്നത്. ഈ ആക്രമണത്തോട് കൂടിയിട്ട് എന്തുണ്ടാവുന്നുണ്ട്, ഈ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ആക്രമണം നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് പ്രക്ഷോഭ പരിപാടികൾ തുടങ്ങിയത്. ഈ പ്രക്ഷോഭത്തിന് ആദ്യഘട്ടത്തിലൊന്നും വലിയ പിന്തുണ കിട്ടിയിട്ടില്ലായിരുന്നെങ്കിലും അത് ജനകീയപരമായിരിക്കുന്ന പ്രക്ഷോഭമായി മാറിയതോടുകൂടിയാണ് അമേരിക്ക ഇടപെട്ടത്. എന്നാൽ അമേരിക്ക ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാന് നേരെ ആക്രമണം നടത്താൻ എല്ലാവിധ സംവിധാനങ്ങളും യുദ്ധ സംവിധാന കാര്യങ്ങളൊക്കെ ഒരുക്കൂട്ടിയതാണ്. മെഡിറ്ററേനിയൻ കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് 4ലധികം അമേരിക്കയുടെ യുദ്ധക്കപ്പലും പടക്കപ്പലുകളും അണിനിരന്നിരിക്കുന്നു. പിന്നീട് അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് യുദ്ധവിമാനങ്ങൾ വന്നിരിക്കുന്നു. ഖത്തറിൽ നിന്ന് ഇറാൻ ആക്രമിക്കാൻ പാകത്തിലുള്ള സംവിധാനങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നു. പിന്നെ സൈനികരെ ഇറക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ 1,00,000-ഓളം സൈനികർ തയ്യാറായിരിക്കുന്നു. ഇങ്ങനെ എല്ലാ തരത്തിലും യുദ്ധസമാന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അമേരിക്ക. എന്നാൽ അതുകൊണ്ട് 31 പ്രവിശ്യകളിലും ശക്തമായിരിക്കുന്ന പ്രക്ഷോഭം ഇറാനിൽ നടന്നിട്ട് കുലുങ്ങാത്ത ഇറാൻ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്, തങ്ങളുടെ രാജ്യത്തിന് നേരെ ഏതെങ്കിലും തരത്തിൽ അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ ആക്രമണം നടന്നാൽ അത് ശക്തമായിരിക്കും തിരിച്ചടി ഉണ്ടാകുന്നത്. ആ തിരിച്ചടിക്ക് വല്ലാതൊന്നും വൈകാതെ ആ തിരിച്ചടി ഉണ്ടാകുമെന്ന് പേടിച്ചുകൊണ്ട് യുദ്ധ സാഹചര്യങ്ങളൊക്കെ അവർ അവസാനിപ്പിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതോടനുബന്ധിച്ച് തന്നെ ട്രംപ് പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്, വധശിക്ഷ നടപ്പിലാക്കുന്ന രീതി ഇറാൻ തുടരുകയാണെങ്കിൽ തങ്ങൾ ആക്രമിക്കുമെന്നുള്ളത്. രാജ്യദ്രോഹ കുറ്റത്തിന് തങ്ങളുടെ ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം വധശിക്ഷയാണെങ്കിൽ തീർച്ചയായിട്ടും തങ്ങൾ നടപ്പിലാക്കും എന്ന് അതിന് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ മറുപടി പറഞ്ഞായിരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നു. അപ്പോൾ സർവ്വ മേഖലയിലും ഈ അമേരിക്ക എന്താണോ പറയുന്നത് ആ പറയുന്നതിന് ബദലായിരിക്കുന്ന തിരിച്ചടികൾ ഇറാൻ്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ഇത് അമേരിക്കക്ക് വലിയ രീതിയിലുള്ള പ്രയാസം ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. അത് ഇറാൻ ആക്രമിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇറാനിലേക്ക് വേറെ എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ആ പ്രക്ഷോഭത്തെ നിലനിർത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ യഥാർത്ഥത്തിൽ അമേരിക്ക പരാജയപ്പെട്ടതിൻ്റെ തുടർച്ചയായ രീതിയിലാണ് ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് പ്രസ്താവന പുറത്തു വന്നത്. പ്രക്ഷോഭകാരികൾ രാജ്യദ്രോഹികളാണ്. അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ പിന്തുണയോടുകൂടിയാണ് ഈ അക്രമ രീതികളൊക്കെ അവർ ആരംഭിച്ചത്. അത് അവസാനിപ്പിക്കാൻ വേണ്ടി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നും തങ്ങളുടെ രാജ്യത്തിലെ ഗവൺമെൻറ് പറഞ്ഞിട്ടും അതിന് തയ്യാറാവാത്ത വിധം അവർ വലിയ രീതിയിൽ അധീശത്വം കാണിച്ചു. അതുകൊണ്ട് അവർക്കുള്ള ശിക്ഷ തീർച്ചയായിട്ടും നൽകേണ്ടതാണ്. അത് വധശിക്ഷ തന്നെ ആയിരിക്കും എന്നുള്ളത്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം നോക്കുന്ന സമയത്ത് 3400ഓളം പേർ ഈ ഏറ്റുമുട്ടലുമായിട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള, വെടികൊണ്ട് മരിച്ചു എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ 3400 ആണെങ്കിൽ അതിൽ കൂടുതലാണ് സാധ്യത എന്ന അഭിപ്രായം പുറത്തു വരുന്നു. 16,000-ഓളം ആളുകൾ ജയിലിൽ കിടക്കുന്നു. ഇതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിലനിൽക്കുന്നത്. ജയിലിൽ കിടക്കുന്നവരെ വിചാരണ ചെയ്തുകൊണ്ട് വധശിക്ഷ നടപ്പിലാക്കുമോ എന്ന് ഈ പറയപ്പെട്ടവർ ഭയക്കുന്നു, ലോകം ഭയക്കുന്നു. അങ്ങനെ തന്നെയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്നുള്ള കാര്യം അവർ ആവർത്തിച്ച് പറയുന്നു. അതിന് പറയുന്ന കാര്യം ഇങ്ങനെയാണ്, രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്നവർക്ക് ഭരണഘടനാ പ്രകാരം വധശിക്ഷയാണ് നിയമപരമായിട്ടുള്ളത്. അതിൽ നിന്ന് തങ്ങൾ ഇളവ് നൽകേണ്ട കാര്യമില്ല. ഇളവ് നൽകേണ്ട പ്രവൃത്തി അല്ലല്ലോ അവർ
ചെയ്തത്. അവർ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം നടത്തി, സമരം നടത്തി എന്നുള്ളതുമല്ല, സർക്കാരിൻ്റെ സൈനികരെ ആക്രമിച്ചു, സർക്കാർ സ്ഥാപനങ്ങൾ കയ്യേറി, പൊതുമുതൽ നശിപ്പിച്ചു, സർവനാശം ഉണ്ടാക്കിക്കൊണ്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്ത് ആഭ്യന്തര വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് ലോകത്തെ വിളിച്ചു പറയുന്ന രീതിയിലുള്ള സംവിധാനമാണ് പ്രക്ഷോഭകർ ഉണ്ടാക്കിയത്. ഇത് ന്യായീകരിക്കാനോ അംഗീകരിക്കാനോ സാധിക്കുകയില്ല എന്നുള്ളതും ഇതിൻ്റെ ശിക്ഷ കുറ്റം ചെയ്തവർ അനുഭവിക്കൽ നിർബന്ധമാണ് എന്നും പറഞ്ഞതോടുകൂടിയാണ് ഇവിടെ വലിയ രീതിയിലുള്ള വിഷയത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അഥവാ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ കൃത്യമായ രീതിയിലുള്ള വധശിക്ഷ പോലെയുള്ള കാര്യങ്ങളാണ് ചാർത്തപ്പെടുന്നതെങ്കിൽ അവർക്ക് ഇനി ജാമ്യം പോലും കിട്ടാത്ത രീതിയിലുള്ള അവസ്ഥാ സാഹചര്യങ്ങൾ ഉണ്ടാവും. സർക്കാരിൻ്റെ സ്ഥാപനത്തെ ആക്രമിച്ചു എന്നതിൻ്റെ പേരിലോ അതല്ലെങ്കിൽ സൈനികരെ ആക്രമിച്ചു എന്നതിൻ്റെ പേരിലോ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അമേരിക്ക പ്രസിഡൻ്റൊന്നും ഇത് നിലവിലെ സാഹചര്യത്തിൽ ഇടപെടാൻ സാധിക്കില്ലെന്നും പെട്ടവർ പെട്ടുപോയി എന്നുള്ളിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്.